തലശ്ശേരി അതിരൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 210 കേന്ദ്രങ്ങളിലായി കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് ഭാരവാഹികൾ രൂപീകരിക്കുന്ന ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ അതിരൂപത തല ഉദ്ഘാടനം ഉളിക്കൽ ഉണ്ണിമേശിഹ ദേവാലയത്തിൽ നടന്നു. ലഹരിയിൽ നിന്ന് യുവതലമുറയെ രക്ഷിക്കാൻ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ ആഹ്വാന പ്രകാരമാണ് ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിച്ചിരിക്കുന്നത്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഉണ്ണിമേശിഹ ദേവാലയ വികാരി ഫാദർ തോമസ് കിടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ബോധവൽക്കരണവും ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി. വർദ്ധിച്ചുവരുന്ന ലഹരി എന്ന തിന്മയ്ക്കെതിരെ അമ്മമാരും അധ്യാപകരും പൊതുസമൂഹവും ഒരുമിച്ച് പൊരുതണമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോകരുതെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു. സമീപകാലത്ത് കേരള സമൂഹത്തെ കാർന്നു തിന്നുന്ന മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം. ഒരു വലിയ മാഫിയ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായി പൊതുസമൂഹവും സർക്കാരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ സർവരെയും കൂട്ടിയിണക്കി കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികളും അതിനെതിരെ കർമ്മസേന രൂപീകരിക്കലുമാണ് ഇന്ന് നടക്കുന്നത്. കേരളത്തിലെമ്പാടും പ്രത്യേകിച്ച് 1000 കേന്ദ്രങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രവർത്തകർ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ലഹരി വിരുദ്ധ സേന പൊതുസമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തി പോലീസ് അധികാരികളെയും ഗവൺമെൻറ്റിൻ്റെ അധികാരികളെ ഉൾപ്പെടുത്തി ഈ വലിയ വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുവാൻ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. അതിൽ തലശ്ശേരി അതിരൂപതയിൽ തന്നെ 200-ലധികം കേന്ദ്രങ്ങളിൽ ഇന്നത്തെ ഈ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. കുട്ടികളെ, യുവജനങ്ങളെ ബോധവൽക്കരണ ക്ലാസ്സുകളെടുത്ത് ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ബോധവാന്മാരാക്കിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ വ്യാപകമായി ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുവെന്നും ലഹരി ജീവനും വീടിനും നാടിനും ഏറ്റവും വലിയ ഭീഷണിയാണെന്നും എല്ലാ തിന്മകളുടെ മാതാവ് ലഹരിയാണെന്നും ഓർമ്മപ്പെടുത്തിയാണ് AKCC ലഹരി വിരുദ്ധ ദിനം ആചരിച്ചതെന്ന് ഉളിക്കൽ ഉണ്ണിമേശിഹ ഇടവക വികാരി ഫാദർ തോമസ് കിടാരത്തിൽ പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് AKCC ഗ്ലോബൽ സമിതി ഇന്ന് ഉളിക്കൽ ഇടവകയിൽ വെച്ച് ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയുണ്ടായി. ഇന്ന് കേരളത്തിൽ വ്യാപകമായി ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുമ്പോൾ ലഹരി നാടിനും ജീവനും ഏറ്റവും വലിയ ഭീഷണിയാണെന്നും എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരിയുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് AKCC ഈ ലഹരി വിരുദ്ധ ദിനാചരണം ഉളിക്കലിൽ വെച്ച് നടത്തിയത്. തുടർന്നും AKCCയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് സജീവമായി പങ്കുചേരാം. ഒരു ലഹരി വിമുക്ത സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായി പരിശ്രമിക്കാം, പങ്കുചേരാം. നമ്മുടെ നാടിനെ കാർന്നു തിന്നുന്ന വിപത്തായി രാസലഹരികൾ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും ഈ അവധിക്കാലത്ത് ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുമെന്നും തലശ്ശേരി അതിരൂപത യൂത്ത് കൗൺസിൽ കോർഡിനേറ്റർ അബിൻ കുമ്പുക്കൽ പറഞ്ഞു. അതിരൂപതയുടെ നേതൃത്വത്തിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എക്സൈസുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ അറിയാം, നാട്ടിനെ വളരെ ശക്തമായ രീതിയിൽ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന വിപത്തായിട്ട് ഇപ്പം ഈ സിന്തറ്റിക് രാസലഹരികൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമ്മൾ അതിനെതിരെയുള്ള കുറേ ബോധവൽക്കരണ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു വരുന്ന അവധി സമയങ്ങളിൽ നമ്മൾ വെക്കുന്നുണ്ട്. രൂപതയുടെ നേതൃത്വത്തിൽ, മറ്റ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ അതിൽ പരമാവധി യുവജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടും യുവജനങ്ങൾക്ക് കൂടുതലായിട്ട് ടൗണുകളിൽ അതുപോലെ ഫ്ലാഷ് മോബുകളും ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബുകളും മറ്റും അതുപോലെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും സർക്കാർ സംവിധാനങ്ങൾ ഇതുപോലെ എക്സൈസ് അവരുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചുകൊണ്ട് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ യുവജനങ്ങൾക്കിടയിലേക്കാണ് കൂടുതലായിട്ട് ഈ ഒരു ക്ലാസ് കാര്യങ്ങളൊക്കെ എത്തിച്ചുകൊണ്ട് അവരെ ഒരു ബോധവാന്മാരാക്കാനുള്ള പ്രവർത്തനങ്ങൾ യൂത്ത് കൗൺസിൽ അതിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുവാനും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ സമൂഹമധ്യത്തിൽ തുറന്നു കാണിക്കുവാനും അതിനെതിരെ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുകയുമാണ് ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ ഉദ്ദേശം. കത്തോലിക്ക കോൺഗ്രസിന്റെ എല്ലാ യൂണിറ്റ് ഭാരവാഹികളും വികാരിയച്ഛന്മാരും ചേർന്ന് അതത് യൂണിറ്റിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ പ്രോഗ്രാം നടത്തിയെന്നത് ശ്രദ്ധേയമായി. ഷെക്കേന ന്യൂസ്, കണ്ണൂർ.